ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമ്മൾ പോയാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറുണ്ടോ? ഉത്തരം ഉണ്ട് എന്നത് തന്നെയാണ്. മെസ്സിയെയും ലോകകപ്പ് നേടിയ അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് എത്തിക്കാനുള്ള കരാർ. ആ കരാർ ഇതാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MDയും തമ്മിൽ 2024 ഒപ്പിട്ട കരാറാണിത്. കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തെറ്റെന്നും മാധ്യമ വാർത്തകൾ വ്യാജമെന്നും തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. നമുക്ക് കൃത്യമായി തന്നെ സ്ക്രീനിൽ കാണാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും തമ്മിലുള്ള കരാറാണത്. TV പ്രസാദ് ആണ് ചെയ്യുന്നത്. TV പ്രസാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒരു കരാറില്ലാതെ ഈ കാര്യങ്ങളൊക്കെ വെറുതെ അങ്ങ് വിളിച്ചു പറയുകയായിരുന്നു എന്നതാണ് വ്യാജ വാർത്തകളായി വന്നത്. പക്ഷേ കൃത്യമായി തന്നെ ആ കരാർ നമ്മൾ പുറത്തുവിടുകയാണ്. കേരളത്തിൽ വരാം, സൗഹൃദ മത്സരം കളിക്കാം എന്ന് ആ കരാറിലുണ്ട്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെ മത്സരം കളിക്കാം എന്നുകൂടിയാണ് ഈ കരാറിൽ പറയുന്നത്. അതന്നെയാണ് വിനീത. 2024 ഡിസംബർ മാസം 20-ാം തീയതിയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതുപോലെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നത്. ആ കരാർ പ്രകാരമാണ് കേരളത്തിൽ വന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ന് കളിക്കാനുള്ള സമ്മതം അവർ അറിയിക്കുന്നത്. ആ എതിരാളികൾ 50 റാങ്കിനകത്ത് വരുന്ന മറ്റേതെങ്കിലും ഒരു ടീം എന്ന നിലയിലാണ് അന്ന് കരാറുമായി മുമ്പോട്ട് പോയത്. അതായത് ഒരു കരാറുമില്ല, ഒന്നുമില്ല, ഒരു രേഖയുമില്ല എന്നാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് കൊടുത്ത റിപ്പോർട്ടെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ തെളിവാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. 2024 ഡിസംബർ മാസം 20-ാം തീയതി ഒപ്പിട്ട ആ കരാറിന്റെ പകർപ്പാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ചുരുക്കത്തിൽ വിനീത, ആകെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അന്ന് മെസ്സിയെ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അർജന്റീനൻ ടീമിനെ കൊണ്ടുവരാനുള്ള ആ നീക്കം എന്നുള്ളത് ഒന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യാജ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ പടച്ചുവിട്ടത്. എന്നാൽ അതല്ല ശരിയെന്നും കൃത്യമായ തെളിവുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് റിപ്പോർട്ടർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല വിനീത, മറ്റു കാര്യങ്ങൾ, പണം കൈമാറിയതടക്കമുള്ള രേഖകൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കൂടുതൽ വിവരങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് നേരത്തെയും റിപ്പോർട്ടർ എത്തിക്കുന്നുണ്ട്. ഉറപ്പായും ഇത് വ്യാജ വാർത്തയാണ്, വ്യാജ പ്രചരണമാണ്. അതിൽ വീണു പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനീത. ശരി, അതാണ് വ്യാജ വാർത്തകൾ തന്നെയാണ് ഇത് എന്ന് വ്യക്തമാകുന്നു. ആ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി തന്നെ നമുക്ക് വ്യക്തമാകും. അർജന്റീന ടീമിന്റെ വരവ്, അതും ലോകകപ്പ് നേടിയ അർജന്റീന ടീമിനെ തന്നെ എത്തിക്കാം എന്ന് തന്നെയാണ് കരാറിലുള്ളത്. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീമിനെ എത്തിക്കാം എന്നാണ് കരാർ. അതിൽ കൃത്യമായി തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒപ്പിട്ട കരാർ തന്നെയാണ്. ഇപ്പോൾ ആ രേഖകൾ പുറത്തുവിടുകയാണ്. പ്രേക്ഷകർക്ക് അക്കാര്യം ബോധ്യമായിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഇനി രണ്ടാമത്തെ